പശ്ചിമേഷ്യയിൽ സ്ഥിതിഗതികൾ വീണ്ടും വഷളായിരിക്കുകയാണ്. ഏതു നിമിഷവും തകർന്ന് തരിപ്പണമായി പോകും എന്ന് ഡൊണാൾഡ് ട്രംപ് പ്രവചിച്ച ഇറാൻ തകർന്നില്ല എന്ന് മാത്രവുമല്ല, അവരിപ്പോൾ വ്യാപകമായ ആക്രമണം അയൽ രാജ്യങ്ങളിലേക്കും ഇസ്രായേലിലേക്കും അഴിച്ചുവിടുകയാണ്. ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിന് നേർക്ക് നൂറുകണക്കിന് മിസൈലുകൾ ഒരുമിച്ച് അയക്കുകയും ഇസ്രായേൽ ജനതയെ ഒന്നടങ്കം പരിഭ്രാന്തിയിലാക്കുകയും ചെയ്തു. ഇറാന്റെ മിസൈലുകളെയെല്ലാം ഫലപ്രദമായ രീതിയിൽ പ്രതിരോധിച്ചു എന്നാണ് ഇസ്രായേൽ പറയുന്നതെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഇറാന്റെ ഭാഗത്തുനിന്നും അതിരൂക്ഷമായ ആക്രമണങ്ങൾ ഇസ്രായേലിന്റെ നേർക്കുണ്ടായപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് പറഞ്ഞത് സംയമനം പാലിക്കുക, തിരിച്ചടിക്കരുത് എന്നുള്ളതായിരുന്നു. ഇറാനെ ചുട്ടു ചാമ്പലാക്കും എന്ന് നാഴികയ്ക്ക് 40 വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന ട്രംപ് തന്നെയാണ് ഇറാനെ ആക്രമിക്കരുത് എന്നുള്ള നിർദ്ദേശം ഇസ്രായേലിന് നൽകിയത് എന്നുള്ളത് ഓർക്കുമ്പോൾ സത്യത്തിൽ അത്ഭുതം തോന്നുകയാണ്. എന്നുവെച്ചാൽ സ്ഥിതിഗതികൾ മുഴുവൻ കൈവിട്ടു പോയിരിക്കുകയാണ്. വല്ലവിധേനയും തലയൂരിയെ പറ്റൂ എന്നുള്ള അവസ്ഥയിലാണ് ട്രംപ് എത്തി നിൽക്കുന്നത്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം ആ രാഷ്ട്രത്തിന്റെ മാത്രമല്ല, നെതന്യാഹു എന്ന രാഷ്ട്ര തലവന്റെ കൂടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം ട്രംപിന്റെ വാക്കുകളെ അവർക്ക് മുഖവിലക്കെടുക്കുവാൻ കഴിയില്ല. അതിനാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായ തിരിച്ചടിയുമുണ്ടായി. ഇറാനിൽ പലയിടങ്ങളിലും അത് വലിയ നാശനഷ്ടങ്ങൾ വിതച്ചു. ഇസ്രായേലിന് നന്നായിട്ടറിയാം അമേരിക്ക ഇസ്രായേലിനെ വിട്ടൊരു നിലപാടിലേക്ക് ഒരു കാരണവശാലും പോവില്ലെന്ന്. ആ ഉറപ്പിൽ നിന്ന് തന്നെയാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രംപും നെതന്യാഹുവും തമ്മിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായി കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ പുറത്തു വന്നുവെങ്കിലും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതാർക്കും മുറിച്ചു മാറ്റുവാൻ കഴിയുന്നതല്ല. എന്തായാലും യുദ്ധം മറ്റൊരു ലെവലിലേക്ക് മാറുകയാണ്. അറബ് രാഷ്ട്രങ്ങളെല്ലാം ആശങ്കയുടെ മുൾമുനയിലുമാണ്. പ്രത്യേകിച്ച് കുവൈറ്റ്, ബഹ്റൈൻ, UAE തുടങ്ങിയ രാജ്യങ്ങൾ വല്ലാത്ത പരിഭ്രാന്തിയുടെ നിഴലിൽ കൂടിയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ട്രംപ് പറയുന്നത് ഇറാൻ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ സൈനികമായി പരാജയപ്പെട്ടു, സാമ്പത്തികമായി തകർന്നടിഞ്ഞിരിക്കുന്നു, ഇനി അവർക്ക് മുൻപോട്ട് പോകുവാൻ കഴിയില്ല. അതിനാൽ ഏത് നിമിഷവും അവർ സമാധാന കരാറിൽ ഒപ്പുവെക്കും. ഇത് അമേരിക്കയുടെ വിജയമാണ് എന്നാണ്. ഇക്കഴിഞ്ഞ ജൂൺ 5 ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തകർക്ക് മുൻപിലെത്തി വളരെ കൃത്യമായൊരു സന്ദേശം നൽകി. ഈ സംഘർഷം ആരംഭിച്ചപ്പോൾ ഇറാന്റെ കൈവശമുണ്ടായിരുന്ന മിസൈലുകളിൽ ഭൂരിഭാഗവും തീർന്നു കഴിഞ്ഞു. 21 മുതൽ 22% വരെ മാത്രം മിസൈലുകളെ ഇപ്പോൾ അവരുടെ കയ്യിലുള്ളൂ. അമേരിക്ക ജോലികൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇറാൻ ഇതുവരെ ചിന്തിക്കുക പോലും ചെയ്യാത്ത നിബന്ധനകൾ അംഗീകരിക്കുവാൻ ഉടൻ തന്നെ അവർ നിർബന്ധിതരാകും. ഇതൊക്കെയായിരുന്നു അദ്ദേഹം മാധ്യമപ്രവർത്തകർക്ക് നൽകിയ ഉറപ്പ്. കാരണം ലളിതമായി പറഞ്ഞാൽ അവരുടെ മുൻപിലുള്ള വഴികളെല്ലാം അടഞ്ഞുപോയിരിക്കുന്നു. ട്രംപിന്റെ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നിങ്ങളുടെ മനസ്സിൽ കൃത്യമായി ഉറപ്പിച്ചു നിർത്തണം എന്ന് ഞാൻ പറയും. കാരണം ഇതുപോലെയുള്ള കണക്കുകൾ ഇതിനു മുൻപും അവരുടെ ഭാഗത്ത് നിന്ന് ലോകം കണ്ടിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലല്ല, മറിച്ച് മറ്റൊരു സ്ഥലത്ത്, മറ്റൊരു കാലഘട്ടത്തിൽ. അന്ന് ഈ പറയുന്ന സ്ഥിതിവിവര കണക്കുകൾ 100% സത്യസന്ധമാണ് എന്ന് ചിന്തിച്ച അമേരിക്കൻ ജനത യുദ്ധത്തിൽ വിജയിക്കുകയാണ് എന്നുറച്ചു വിശ്വസിച്ചിരുന്നു. 1967 വാഷിംഗ്ടൺ DC ചില കണക്കുകൂട്ടലുകൾ പരിശോധിച്ചാൽ അന്നത്തെ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ആയിരുന്ന റോബർട്ട് മക്നമാര പ്രതിനിധി സഭയ്ക്ക് മുൻപിൽ വന്ന് ഇതുപോലൊരു സ്ഥിതിവിവര കണക്ക് അവതരിപ്പിച്ചു. ആ കാലഘട്ടത്തിൽ അമേരിക്ക വിയറ്റ്നാമുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. റോബർട്ട് മക്നമാര അന്ന് പറഞ്ഞത് അമേരിക്കൻ നാശനഷ്ടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിയറ്റ്നാം വശത്തെ മരണനിരക്ക് വളരെ ഉയർന്നതാണ്. അത് നമുക്ക് അനുകൂലമായിരിക്കുന്നു. സുരക്ഷിതമായ ഗ്രാമങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പിടിച്ചെടുത്ത ആയുധങ്ങളുടെയും ശത്രുക്കളുടെയും അളവ് ഉയരുകയാണ്. അങ്ങനെ പല കണക്കുകളും അദ്ദേഹം മുൻപോട്ട് വെച്ചു. അദ്ദേഹത്തിന്റെ ചാർട്ടുകളിലെ ഓരോ മാനദണ്ഡം പരിശോധിച്ചാലും യുദ്ധത്തിൽ അമേരിക്ക വിജയിക്കുക മാത്രമല്ല, ആധിപത്യം കൂടി സ്ഥാപിക്കുകയായിരുന്നു. വടക്കൻ വിയറ്റ്നാമിന്റെ പ്രതിരോധം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തകരുമെന്ന് അദ്ദേഹം രാജ്യത്തിന് ഉറപ്പ് നൽകി. പക്ഷേ 8 വർഷങ്ങൾക്ക് ശേഷവും വിയറ്റ്നാമിലെ സൈഗോണിലുള്ള അമേരിക്കൻ എംബസിയുടെ മേൽക്കൂരയിൽ നിന്നും അമേരിക്കൻ ഹെലികോപ്റ്ററുകൾക്ക് തങ്ങളുടെ ഉദ്യോഗസ്ഥരെ അതീവ പരിഭ്രാന്തിയോടുകൂടി ഒഴിപ്പിക്കേണ്ടി വന്നു. 2026 ഇറാനിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആ പഴയ തന്ത്രപരമായ പിഴവിന്റെ ഭയപ്പെടുത്തുന്ന ഒരു പ്രതിബിംബം മാത്രമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ കൃത്യമായി പറയാം. ഞാനിത് പറയുന്നത് ഇറാനിയൻ ഭരണകൂടത്തോട് സഹതാപമുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ അമേരിക്ക പരാജയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടുമല്ല. മറിച്ച് യഥാർത്ഥ ചിത്രം കാണാൻ നമ്മൾ വിസമ്മതിച്ചാൽ അടുത്തതായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മെ പൂർണ്ണമായും ഞെട്ടിച്ചു കളയും എന്നുള്ളത് കൊണ്ടാണ്. നാം ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ആശയം മക്നമാര ഫാലസി എന്ന് വിളിക്കുന്ന ഒന്നാണ്. മറ്റെല്ലാ കാര്യങ്ങളെയും വീക്ഷിക്കേണ്ടത് ഈ കണ്ണടയിലൂടെയാണ്. മക്നമാര ഫാലസി അഥവാ ക്വാണ്ടിറ്റേറ്റീവ് ഫാലസി എന്നത് ഒരു പ്രത്യേകതരം തന്ത്രപരമായ പിഴവാണ്. എന്നുവെച്ചാൽ അളക്കുവാൻ എളുപ്പമുള്ള കാര്യങ്ങളെ മാത്രം അടിസ്ഥാനമാക്കി തീരുമാനങ്ങൾ എടുക്കുകയും അളക്കുവാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളെയും വ്യവസ്ഥാപിതമായി അവഗണിച്ചു കളയുകയും ചെയ്യുമ്പോഴാണ് ഈ പിഴവ് സംഭവിക്കുന്നത്. ഈ പിഴവ് പ്രവചിക്കുവാൻ കഴിയുന്ന 4 ഘട്ടങ്ങളിലൂടെ ആവർത്തിക്കപ്പെടുന്നതാണ്.
ഒന്നാമത്തെ ഘട്ടം അളക്കുവാൻ എളുപ്പമുള്ള കാര്യങ്ങൾ മാത്രം അളക്കുന്നു. രണ്ടാമത്തെ ഘട്ടം അളക്കുവാൻ ബുദ്ധിമുട്ടുള്ളവയെല്ലാം നിങ്ങൾ തള്ളിക്കളയുന്നു. മൂന്നാം ഘട്ടം അളക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ സ്വയമേവ പ്രാധാന്യമില്ലാത്തതാണ് എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേരുന്നു. നാലാം ഘട്ടം അളക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ നിലനിൽക്കുന്നതേയല്ല എന്ന് ഉറപ്പിക്കപ്പെടുന്നു. വിയറ്റ്നാമിൽ കൊല്ലപ്പെട്ട ശത്രുക്കളുടെ എണ്ണത്തെ വിജയത്തിന്റെ പ്രാഥമിക മാനദണ്ഡമാക്കി മാറ്റിക്കൊണ്ട് മക്നമാര ഈ യുക്തി പ്രയോഗിച്ചു. ഉപരിതലത്തിൽ നിന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ യുക്തി വളരെ വ്യക്തവും ഗണിതശാസ്ത്രപരമായി ശരിയുമായിരുന്നു. വടക്കൻ വിയറ്റ്നാമിന് റിക്രൂട്ട് ചെയ്യുവാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വിയറ്റ് കോങ്ങുകളെ, അല്ലെങ്കിൽ വിയറ്റ്നാം യുദ്ധകാലത്ത് ദക്ഷിണ വിയറ്റ്നാം സർക്കാരിനും അമേരിക്കൻ സൈന്യത്തിനുമെതിരെ പോരാടിയ കമ്മ്യൂണിസ്റ്റ് സായുധ വിപ്ലവ സംഘടനയെ കൊന്നൊടുക്കിയാൽ ഒടുവിൽ അവരുടെ മനുഷ്യശേഷി തീരും, ആളുകൾ ഇല്ലാതെയാകുമ്പോൾ അവർ യുദ്ധത്തിൽ പരാജയപ്പെടും എന്നുള്ളതായിരുന്നു ഗണിതം, ലളിതമായ ഗണിതം. എന്നാൽ മക്നമാരയ്ക്ക് മറ്റു പ്രധാനപ്പെട്ട പല ഘടകങ്ങളും അളക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് വിയറ്റ്നാം ജനതയുടെ ദേശീയ ബോധം അളക്കുവാൻ കഴിഞ്ഞില്ല. അനന്തമായ ദുരിതങ്ങൾ സഹിക്കുവാൻ കഴിയുന്ന മനസ്സിനെ അളക്കുവാൻ കഴിഞ്ഞില്ല. അത് തങ്ങളുടെ നിലനിൽപ്പിനും അന്തസ്സിനും വേണ്ടിയുള്ള പോരാട്ടമാണെന്നും പിൻവാങ്ങൽ അസാധ്യമാണ് എന്നുമുള്ള വടക്കൻ വിയറ്റ്നാം ജനതയുടെ ഉറച്ച വിശ്വാസത്തെ അളക്കുവാൻ കഴിഞ്ഞില്ല. തെക്കൻ വിയറ്റ്നാമിലെ കർഷകരുടെ വൈകാരികവും മാനസികവുമായ അവസ്ഥയെ ഈ മാതൃകയിൽ ഒന്ന് ഉൾപ്പെടുത്തുവാൻ അദ്ദേഹത്തിന്റെ ഉപദേശകരിൽ ഒരാൾ നിർദ്ദേശിച്ചപ്പോൾ മക്നമാര അത് പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുകയായിരുന്നു ചെയ്തത്. അളക്കുവാൻ കഴിയില്ലെങ്കിൽ അതിന് പ്രവർത്തനപരമായ പ്രാധാന്യമില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മനുഷ്യന്റെ ഇച്ഛാശക്തിയെ ഒരു സ്പ്രെഡ്ഷീറ്റിൽ ഉൾപ്പെടുത്തുവാൻ കഴിയാത്തതിനാൽ അത് പ്രസക്തമല്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിഗമനം. ഇപ്പോൾ 2026 ജൂൺ 5 അമേരിക്ക എന്താണ് അളക്കുന്നത് എന്ന് നോക്കുക. അവർ വെടിവെച്ചിട്ട UAVകളുടെ എണ്ണം ട്രാക്ക് ചെയ്യുന്നു. വഴിതിരിച്ചുവിട്ട കപ്പലുകളുടെ എണ്ണം അവർ കണക്കാക്കുന്നു. നശിപ്പിക്കപ്പെട്ട ഇറാനിയൻ മിസൈലുകളുടെ ശതമാനം അവർ കണക്കുകൂട്ടുന്നു. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽപ്പിച്ച പ്രതിദിന സാമ്പത്തിക നാശനഷ്ടങ്ങൾ അവർ തിട്ടപ്പെടുത്തുന്നു. ഡൊണാൾഡ് ട്രംപ് ആ കണക്കുകളുമായി ക്യാമറയ്ക്ക് മുൻപിൽ നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നു. ഇറാന്റെ കയ്യിൽ ഇനി കളിക്കുവാൻ കാർഡുകളൊന്നുമില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ അവകാശവാദം. എന്നാൽ അമേരിക്ക എന്താണ് അളക്കുവാൻ പരാജയപ്പെട്ടത്? ഇറാനിയൻ സർക്കാരിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി. അതാരും അളക്കുന്നില്ല. ഈ യുദ്ധം ഇറാന്റെ ആഭ്യന്തര ഐക്യം തകർക്കുന്നതിന് പകരം അതിനെ ശക്തിപ്പെടുത്തുന്നു എന്നുള്ളത് ആരും അളക്കുന്നില്ല. ചരിത്രത്തിൽ നിന്നും ഇറാൻ നിശബ്ദമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രപരമായ പാഠങ്ങൾ അതാരും അളക്കുന്നില്ല. ഏറ്റവും അപകടകരമായ കാര്യം, അമേരിക്കയുടെ സ്വന്തം തന്ത്രപ്രധാനമായ മിസൈൽ ശേഖരം എത്ര ഭയപ്പെടുത്തുന്ന വേഗത്തിലാണ് തീർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ആരും അളക്കുന്നില്ല. സെൻകോമിന്റെ പ്രതിദിന റിപ്പോർട്ടുകളിൽ ഈ ഘടകങ്ങളൊന്നും കാണാനില്ല. അതുകൊണ്ട് മക്നമാര യുക്തി ഉപയോഗിച്ച് അവയ്ക്ക് പ്രാധാന്യമില്ല, അവ നിലനിൽക്കുന്നത് പോലുമല്ല. മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അർഹിക്കുന്ന ഗൗരവത്തോടെ കൈകാര്യം ചെയ്യാത്ത ഒരു വശം കൂടി ഈ വിശകലനത്തിലേക്ക് ഞാൻ കൊണ്ടുവരാം. വിയറ്റ്നാം യുദ്ധകാലത്ത് വടക്കൻ വിയറ്റ്നാം ഉപയോഗിച്ച രാഷ്ട്രീയ സുസ്ഥിരതാ തന്ത്രം ഇറാൻ ഇപ്പോൾ ബോധപൂർവം ആസൂത്രിതമായി ഉപയോഗിക്കുകയാണ്. ഹനോയിയുടെ തന്ത്രം എന്നാണ് അത് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. ഹനോയി വിയറ്റ്നാമിന്റെ തലസ്ഥാനമാണ്. കേവലം സൈനിക ശക്തി കൊണ്ട് മാത്രം അമേരിക്കയെ ജയിക്കുവാൻ കഴിയില്ല എന്ന് ബോധ്യമുണ്ടായിരുന്ന ഹനോയി പ്രധാനമായും 4 തന്ത്രങ്ങളിലാണ് ഊന്നൽ നൽകിയത്. 1. പോരാടുക, ഒപ്പം സംസാരിക്കുക. നയതന്ത്ര ചർച്ചകളെ ഒരു യുദ്ധതന്ത്രമായി ഹനോയി ഉപയോഗിച്ചു. 1968 പാരീസ് സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴും അവർ വിയറ്റ്നാമിൽ പോരാട്ടം നിർത്തിയില്ല. ചർച്ചകളിൽ പങ്കെടുക്കുന്നത് സമാധാനം ആഗ്രഹിച്ചതുകൊണ്ടല്ല, മറിച്ച് തങ്ങൾ സമാധാനത്തിന് തയ്യാറാണ് എന്ന് ലോകത്തിന്റെ മുൻപിൽ കാണിക്കുവാനും അതിലൂടെ കൂടുതൽ സൈനിക നീക്കങ്ങൾ നടത്തുവാൻ സമയം സമ്പാദിക്കുവാനും യുദ്ധം നീണ്ടുപോകുന്നതിലൂടെ അമേരിക്കൻ ജനതയ്ക്കിടയിൽ സ്വന്തം സർക്കാരിനെതിരെ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുവാനും വേണ്ടിയായിരുന്നു. 2. സമാനതകളില്ലാത്ത യുദ്ധമുറയും സാമ്പത്തിക തളർത്തലും. നേർക്കുനേർ യുദ്ധം ചെയ്യുന്നതിന് പകരം അവർ അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്ന തന്ത്രം സ്വീകരിച്ചു. വിയറ്റ് കോങ്ങുകൾ വളരെ വില കുറഞ്ഞ ഒളിയമ്പുകളും ചെറിയ കെണികളും സാധാരണ തോക്കുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഇവരെ പ്രതിരോധിക്കുവാൻ അമേരിക്കയ്ക്ക് ദശലക്ഷക്കണക്കിന് $. വരുന്ന അത്യാധുനിക ബോംബറുകളും മിസൈലുകളും ഉപയോഗിക്കേണ്ടതായി വന്നു. ഒരു ഡ്രോണിനെയോ സാധാരണ പോരാളിയെയോ ഇല്ലാതെയാക്കുവാൻ അമേരിക്കയ്ക്ക് ഭീമമായ തുക ചിലവഴിക്കേണ്ടി വന്നു എന്നുള്ളത് അവരുടെ സമ്പദ് വ്യവസ്ഥയെ പിൽക്കാലത്ത് ബാധിച്ചു. 3. ഹോച്ചിമിൻ ട്രയൽ. അമേരിക്കൻ സൈന്യത്തിന് ഒരിക്കലും പൂർണ്ണമായി തകർക്കുവാൻ കഴിയാത്ത ഒരു രഹസ്യ വിതരണ ശൃംഖലയായിരുന്നു ഇത്. വടക്കൻ വിയറ്റ്നാമിൽ നിന്നും അയൽ രാജ്യങ്ങളായ ലാവോസ്, കംബോഡിയ എന്നിവിടങ്ങളിലെ കാടുകളിലൂടെ ദക്ഷിണ വിയറ്റ്നാമിലെ പോരാളികൾക്ക് ആയുധങ്ങളും ഭക്ഷണങ്ങളും എത്തിക്കുവാൻ അവർ ഈ രഹസ്യ പാത ഉപയോഗിച്ചു. അമേരിക്ക വ്യോമാക്രമണം നടത്തി ഒരു പാത തകർത്താൽ അടുത്ത ദിവസം തന്നെ അവർ കാടിനുള്ളിലൂടെ പുതിയൊരു ബൈപ്പാസ് നിർമ്മിക്കുമായിരുന്നു. അവിടെ അമേരിക്കയ്ക്ക് ഫലപ്രദമായി അതിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ കഴിയാതെ വന്നു. 4. തന്ത്രപരമായ സ്വയം ഭരണാധികാരം. യുദ്ധത്തിൽ കമ്മ്യൂണിസ്റ്റ് വൻ ശക്തികളായ സോവിയറ്റ് യൂണിയനിൽ നിന്നും ചൈനയിൽ നിന്നും ഹനോയി വൻതോതിൽ ആയുധങ്ങളും സാമ്പത്തിക സഹായങ്ങളും കൈപ്പറ്റിയിരുന്നു. എന്നാൽ
ആരുടെയും ഒരു പാവയായി മാറുവാൻ വിയറ്റ്നാം തയ്യാറായതുമില്ല. ചൈനയെയും സോവിയറ്റ് യൂണിയനെയും പരസ്പരം മത്സരിപ്പിച്ച് തങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ പരമാവധി നേടിയെടുക്കുമ്പോഴും യുദ്ധത്തിന്റെ തീരുമാനങ്ങൾ പൂർണ്ണമായും തങ്ങളുടെ സ്വന്തം നിയന്ത്രണത്തിൽ തന്നെ നിർത്തുവാൻ അവർക്ക് കഴിഞ്ഞു. ചുരുക്കത്തിൽ ശത്രുവിന്റെ ശക്തിയല്ല, മറിച്ച് അവരുടെ ക്ഷമയെയും വിഭവങ്ങളെയും സാവധാനം ചോർത്തിക്കളഞ്ഞ് അവരെ പിൻവാങ്ങുവാൻ നിർബന്ധിതരാക്കുക എന്നുള്ളതായിരുന്നു ഹനോയിയുടെ തന്ത്രം. ഈ തന്ത്രമാണ് ഇന്ന് 2026 ഇറാൻ അമേരിക്കയ്ക്കെതിരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അതിരുകടന്ന അവകാശവാദമായി തോന്നാം. അതിനാൽ ഇത് പോയിന്റ് തിരിച്ച് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇറാൻ ഹനോയിൽ നിന്നും കടം കൊള്ളുന്ന ആദ്യത്തെ പാഠം പോരാടുക, ഒപ്പം സംസാരിക്കുക എന്നുള്ള തന്ത്രമാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ 1968നും 1972നും ഇടയിൽ പാരീസ് സമാധാന ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴും വടക്കൻ വിയറ്റ്നാം പോരാട്ടം നിർത്തിയിരുന്നില്ല. അവർ ആ ചർച്ചകളുടെ കസേരകളിൽ പോയിരുന്നത് സമാധാനം ആഗ്രഹിച്ചതുകൊണ്ടല്ല, മറിച്ച് സമയം സമ്പാദിക്കുവാനും അമേരിക്കൻ ആഭ്യന്തര രംഗത്ത് രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുവാനും തങ്ങൾ ചർച്ചകൾക്ക് തയ്യാറാണെന്ന ഒരു ചിത്രം ലോകത്തിന്റെ മുൻപിൽ കാണിക്കുവാനും വേണ്ടിയായിരുന്നു. അതേസമയം തന്നെ യഥാർത്ഥ മൂല്യമുള്ള ഒന്നിനും അവർ വിട്ടുവീഴ്ച ചെയ്തതുമില്ല. ഇന്ന് നിങ്ങൾ ഇറാനെ നോക്കുക. ചർച്ചകൾ വഴിമുട്ടിയെന്നും പന്തിനി ട്രംപിന്റെ കോർട്ടിലാണെന്നും ഇറാന്റെ പരമോന്നത നേതാവിന്റെ മുതിർന്ന സൈനിക ഉപദേശകനാണ് പ്രഖ്യാപിക്കുന്നത്. ഏതൊരു കരാർ ഉണ്ടാക്കിയാലും തങ്ങളുടെ മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ ആ അസറ്റുകൾ ഉടൻ തന്നെ റിലീസ് ചെയ്യണമെന്ന നിബന്ധന ഉൾപ്പെടുത്തിയേ പറ്റൂ എന്ന് ഇറാൻ കണ്ടീഷൻ വെക്കുകയാണ്. രണ്ടാമത്തെ പാഠം വില കുറഞ്ഞ ആയുധങ്ങൾ ഉപയോഗിച്ച് ശത്രുവിന്റെ വില കൂടിയ ആയുധ ശേഖരത്തെ ഇല്ലാതെയാക്കുക എന്നുള്ളതാണ്. പെന്റഗൺ ഉദ്യോഗസ്ഥരെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നതും ഇതുതന്നെയാണ്. കഴിഞ്ഞ 40-ലധികം ദിവസങ്ങളായി ഇറാന്റെ UAVകളും മിസൈലുകളും വെടിവെച്ചിടുവാൻ യുണൈറ്റഡ് സ്റ്റേറ്റ് വൻതോതിൽ പേട്രിയാറ്റ് ഇന്റർസെപ്റ്റുകളും താഡ് ഇന്റർസെപ്റ്റുകളും SM-3, SM-6 മിസൈലുകളും പ്രയോഗിച്ചിട്ടുണ്ട്. ഈ സംവിധാനങ്ങളുടെ തന്ത്രപരമായ കരുതൽ ശേഖരത്തിന്റെ 50% ഇതിനകം ഉപയോഗിച്ച് കഴിഞ്ഞു അമേരിക്ക. ഈ ക്യാമ്പയിന്റെ ആകെ ചെലവ് ഇതിനകം തന്നെ ശതകോടിക്കണക്കിന് ഡോളർ കവിഞ്ഞു എന്നുള്ളതാണ്. കേവലം ഏതാനും $10,000 മാത്രം വില വരുന്ന ഒരു ഡ്രോണിനെ തടയുവാൻ ദശലക്ഷക്കണക്കിന് ഡോളർ വില വരുന്ന മിസൈലുകൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഈ അനുപാതം നിങ്ങൾക്ക് യുക്തിസഹമായി തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നണം. കാരണം ഈ അനുപാതം അർത്ഥമാക്കുന്നത് ഇറാൻ നടത്തുന്ന ഓരോ ആക്രമണവും ആ ഡ്രോൺ ലക്ഷ്യസ്ഥാനത്ത് പതിച്ചാലും ഇല്ലെങ്കിലും ടെഹ്റാന് ലഭിക്കുന്ന സാമ്പത്തിക വിജയമാണ് എന്നുള്ളതാണ്. അമേരിക്കൻ ആസ്തികൾ നശിപ്പിക്കുക എന്നുള്ളതല്ല ലക്ഷ്യം, മറിച്ച് വില കുറഞ്ഞ ആയുധങ്ങളെ പ്രതിരോധിക്കുവാൻ അമേരിക്കയുടെ ഏറ്റവും ചെലവേറിയതും പകരം വെക്കുവാൻ ബുദ്ധിമുട്ടുള്ളതുമായ ആയുധശേഖരം ഉപയോഗിച്ച് തീർക്കുവാൻ അമേരിക്കയെ നിർബന്ധിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മാധ്യമങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്യാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. അമേരിക്കയുടെ നാവിക ഉപരോധത്തെ മറികടക്കുവാൻ ഇറാൻ ഇറാഖിലെ അല്ലു നസീർ തുറമുഖം വഴി ഒരു പുതിയ ബൈപ്പാസ് റൂട്ട് തുറന്നിരിക്കുന്നു എന്നുള്ളതാണത്. ഇറാനിലേക്കുള്ള കാർഗോകളുടെ ട്രാൻസിസ്റ്റ് ഹബ്ബായി ഈ തുറമുഖം മാറുകയാണ്. കപ്പലുകൾ UAE തുറമുഖങ്ങളിൽ സാധനമിറക്കുന്നു. തുടർന്ന് ഇറാനിയൻ ഇതര പതാകകൾ ഘടിപ്പിച്ച കപ്പലുകളിലേക്ക് സാധനങ്ങൾ മാറ്റുന്നു. അല്ലു നസീർ വഴി അവ ഇറാനിലേക്ക് എത്തിക്കുന്നു. ഇതൊന്നും ഒരു സെൻകോം റിപ്പോർട്ടുകളിലും കാണുന്നില്ല. അതിനാൽ മഗ്നമാര യുക്തി അനുസരിച്ച് ഇതൊന്നും നിലനിൽക്കുന്ന കാര്യമേ അല്ല. നാലാമത്തെ പാഠം തന്ത്രപരമായ സ്വയംഭരണ അധികാരം നിലനിർത്തുക എന്നുള്ളതാണ്. വടക്കൻ വിയറ്റ്നാമിന് സോവിയറ്റ് യൂണിയനിൽ നിന്നും ചൈനയിൽ നിന്നും വലിയ പിന്തുണ ലഭിച്ചിരുന്നു. എന്നാൽ ഇവരുടെ ഒന്നും കയ്യിലെ പാവയായി മാറുവാൻ അവർ തയ്യാറായില്ല. തങ്ങൾക്ക് ലഭിക്കുന്ന സഹായം പരമാവധിയാക്കുവാൻ സോവിയറ്റ് യൂണിയനെയും ബെയ്ജിങ്ങിനെയും പരസ്പരം മത്സരിപ്പിക്കുകയും സ്വന്തം തീരുമാനങ്ങളിലുള്ള പരമാധികാരം അവർ നിലനിർത്തുകയും ചെയ്തു. ഇന്ന് ഇറാന്റെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇറാൻ ഒരു രാജ്യത്തിന്റെയും ഗ്രീൻ സിഗ്നലിനു വേണ്ടി കാത്തു നിൽക്കുന്നില്ലെന്നും സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നതെന്നുമാണ്. ഇത് ആഭ്യന്തര ആവശ്യത്തിന് മാത്രമുള്ള പ്രസ്താവനയല്ല, മറിച്ച് ചൈനയ്ക്കും റഷ്യയ്ക്കും നൽകുന്ന നയതന്ത്ര സൂചന കൂടിയാണ്. നിങ്ങളുടെ സഹായത്തെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ പ്രോക്സി അല്ല, നിങ്ങളുടെ പ്രതിനിധിയല്ല. ഞങ്ങളുടെ കൃതജ്ഞതയെ കീഴ്പ്പെടലായി തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ എതിരായിട്ട് ഒരു കൂട്ടം കൗണ്ടർ ആർഗ്യുമെന്റ്സ് ഉണ്ട് എന്നുള്ളത് സത്യമായൊരു വസ്തുത തന്നെയാണ്. അത് നിഷേധിക്കുന്നില്ല. ഏതൊരു നല്ല വിശകലന വിദഗ്ധനും ചെയ്യുന്നത് പോലെ ഈ വിഷയത്തിൽ അമേരിക്കൻ നിലപാടിനെ അനുകൂലിക്കുന്ന ഏറ്റവും ശക്തമായ വാദം കൂടിയുണ്ട്. അത് ഞാൻ പറയാം. യുണൈറ്റഡ് സ്റ്റേറ്റ് ഈ യുദ്ധത്തിൽ വിജയിക്കുന്നു എന്ന് വാദിക്കുന്നവരുടെ പ്രധാന പോയിന്റുകൾ ഇതൊക്കെയാണ്. ഇറാൻ യഥാർത്ഥത്തിൽ കടുത്ത പ്രതിസന്ധിയിലാണ്. ടെഹ്റാനിലെ സർക്കാരിന് സിവിൽ സർവന്റുകൾക്ക് ശമ്പളം നൽകുവാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം വൻതോതിൽ ഇടിഞ്ഞുപോയി. ഇറാന്റെ പരമ്പരാഗത നാവികശേഷിയുടെ 78% നശിപ്പിക്കപ്പെട്ടു. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയിലൂടെ അവരുടെ വ്യവസായ പ്രതിരോധ ഇൻഫ്രാസ്ട്രക്ചറിന് കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഏറ്റവും പ്രധാനമായി തങ്ങളുടെ യുറേനിയം ശേഖരത്തിന്റെ ഒരു ഭാഗം ഒരു മൂന്നാം രാജ്യത്തേക്ക് മാറ്റുവാൻ ഇറാൻ സമ്മതിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഇറാൻ ഒരിക്കലും ചെയ്യാത്ത വിട്ടുവീഴ്ചകളാണ് ഇവയെല്ലാം. ഈ വാദം വളരെ ശക്തമായി തോന്നാം.
ഇതിന് വസ്തുതാപരമായ അടിസ്ഥാനവുമുണ്ട്. ഇറാൻ കടുത്ത പ്രതിസന്ധിയിലാണ് എന്നത് സത്യവുമാണ്. എന്നാൽ ഈ വാദത്തിന് വിശദീകരിക്കുവാൻ കഴിയാത്ത ചില യാഥാർത്ഥ്യങ്ങളുമുണ്ട്. ഇറാൻ ശരിക്കും തകർച്ചയുടെ വക്കിലാണെങ്കിൽ അവരെന്തിനാണ് കുവൈറ്റിലേക്കും ബഹ്റിനിലേക്കുമൊക്കെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടത്? അവരുടെ സമ്പദ് വ്യവസ്ഥ തകർന്നതാണെങ്കിൽ അവരുടെ വിദേശകാര്യമന്ത്രി എന്തിനാണ് തന്ത്രപരമായ വിജയത്തിന്റെ ഭാഷ ഉപയോഗിക്കുന്നത്? ട്രംപ് പറയുന്നത് പോലെ 40 ദിവസത്തെ സമ്പൂർണ്ണ സൈനിക വിജയത്തിന് ശേഷവും എന്തുകൊണ്ടാണ് ഇപ്പോഴും ഒരു വെടിനിർത്തൽ ഉണ്ടാകാത്തത്? അതിന് ഇറാൻ തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് ചർച്ചകൾ ഇപ്പോഴും പൂർണ്ണമായും വഴിമുട്ടിയതായി ഇറാന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ വിശേഷിപ്പിക്കുന്നത്? ഇതിനുള്ള ഉത്തരം സെൻകോമിന്റെ പ്രസ് ബ്രീഫിങ്ങുകളിൽ ഇല്ല. ഉള്ളത് മുഖ്യധാരാ മാധ്യമങ്ങൾ ആഴത്തിൽ വിശകലനം ചെയ്യുവാൻ പരാജയപ്പെടുന്ന മൂന്നാമതൊരു ഘടകത്തിലാണ്. അതെ, അവിടെയാണ് അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത്. അതാണ് റഷ്യ ചൈന അച്ചുതണ്ട്. വിയറ്റ്നാം യുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയും സഹായമില്ലാതെ വടക്കൻ വിയറ്റ്നാമിന് അതിജീവിക്കുവാൻ കഴിയുമായിരുന്നില്ല. അമേരിക്കൻ ജെറ്റുകളെ വെടിവെച്ചിട്ട SA-2 സർഫസ് 2 എയർ മിസൈലുകൾ നൽകിയത് സോവിയറ്റ് യൂണിയനാണ്. ചൈന ചെറുകിട ആയുധങ്ങളും ഭക്ഷണവും വിതരണ ശൃംഖല നിലനിർത്തുന്നതിനുള്ള റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറും നൽകി. ഐക്യരാഷ്ട്രസഭയിൽ ഇരു ശക്തികളും വിയറ്റ്നാമിനെ സംരക്ഷിച്ചു. 2026 റഷ്യയും ചൈനയും ഇറാനു വേണ്ടി ഇതേ പങ്കാണ് വഹിക്കുന്നത്. എന്നാൽ ശീതകാല യുദ്ധത്തെക്കാൾ വളരെ സങ്കീർണമായ രീതിയിലാണ് അവരിത് ചെയ്യുന്നത്. റഷ്യ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. റഷ്യയുടെ മിലിറ്ററി ഇന്റലിജൻസ് തങ്ങളുടെ തത്സമയ സാറ്റലൈറ്റ് നിരീക്ഷണ വിവരങ്ങൾ നേരിട്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന് കൈമാറുന്നുണ്ട്. ബഹ്റിനിലെ 5th ഫ്ലീറ്റ് ആസ്ഥാനം, കുവൈറ്റിലെ അലി അൽ സലീം എയർബേസ്, ഡിയാഗോ ഗാർഷ്യ, അൽ ഉദൈദ് ഇവിടങ്ങളിലെ അമേരിക്കൻ സൈനിക ആസ്തികളുടെ കൃത്യമായ കോർഡിനേറ്റുകൾ ഈ ഡാറ്റയിലൂടെ ഇറാന് ലഭിക്കുന്നുണ്ട്. ഇത് വെറുമൊരു നിഷ്ക്രിയ പിന്തുണയല്ല, മറിച്ച് അമേരിക്കൻ സേനയെ ലക്ഷ്യമിടുവാൻ ഉപയോഗിക്കുന്ന തത്സമയ യുദ്ധക്കളത്തിലെ ഇന്റലിജൻസ് ആണ്. റഷ്യ ഇറാന്റെ ബാങ്കിംഗ് സംവിധാനങ്ങളെ തങ്ങളുടെ മിർ പേയ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധിപ്പിക്കുവാനും ശ്രമിക്കുന്നുണ്ട്. ഇത് US ഡോളറിനും സ്വിഫ്റ്റ് സംവിധാനത്തിനും പുറത്തു പ്രവർത്തിക്കുന്ന ഒരു സാമ്പത്തിക ഇടനാഴി സൃഷ്ടിച്ചെടുക്കും. ഇനി ചൈന എന്താണ് ചെയ്യുന്നത്? ഇവിടെയാണ് നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിക്കേണ്ടത്. കാരണം 3 വ്യത്യസ്ത വാർത്തകളെ ഒരൊറ്റ വിവരണത്തിലേക്ക് ബന്ധിപ്പിക്കുന്നത് ഇതാണ്. ചൈന ഇറാന് YC-8B ലോങ് റേഞ്ച് സ്റ്റെൽത്ത് സർവൈലൻസ് റഡാർ സിസ്റ്റവും മാൻപാഡ് എന്ന് വെച്ചാൽ തോളിൽ വെച്ച് തൊടുക്കാവുന്ന സർഫസ് 2 എയർ മിസൈലുകൾ ഇവയും നൽകിയിട്ടുണ്ട്. ചൈന നൽകിയ ഈ മാൻപാഡ് ഉപയോഗിച്ചാണ് ഇറാൻ അമേരിക്കയുടെ F-15 ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടത് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ കോടിക്കണക്കിന് ഡോളർ വില വരുന്ന ഒരു യുദ്ധവിമാനമാണ് ഒരൊറ്റ സൈനികന് തോളിൽ ചുമക്കുവാൻ കഴിയുന്ന ഒരായുധം ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞത്. ഇത് പരമ്പരാഗത യുദ്ധമല്ല, ഇതൊരു അടിസ്ഥാന സാമ്പത്തിക സമവാക്യമാണ്. നശിപ്പിക്കുവാനുള്ള ചിലവും പകരം വെക്കുവാനുള്ള ചിലവും തമ്മിലുള്ള സമവാക്യം. ഈ സമവാക്യത്തിൽ അമേരിക്ക ഓരോ ദിവസവും പ്രതിസന്ധിയിലാവുകയാണ്. എന്നാൽ ഇതിലും ആഴത്തിലുള്ള മറ്റൊരു തലമുണ്ട്. കയറ്റുമതി നിയന്ത്രണങ്ങൾ ലംഘിച്ച് ലോകത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള അമേരിക്കൻ സാങ്കേതിക വിദ്യാ കമ്പനിയായ NVIDIAയിൽ നിന്നും നൂതന AI ചിപ്പുകൾ വാങ്ങുവാൻ ചൈന വിദേശ ഷെൽ കമ്പനികളെയും കള്ളക്കടത്ത് ശൃംഖലകളെയും ഉപയോഗിക്കുന്നതായി സമീപ വർഷങ്ങളിൽ അമേരിക്ക ആവർത്തിച്ച് കുറ്റപ്പെടുത്തിയിരുന്നു. തായ്വാൻ അധികൃതർ കയറ്റുമതി രേഖകളിൽ കൃത്രിമം കാണിച്ച് NVIDIA സെർവർ ഉപകരണങ്ങൾ ജപ്പാൻ വഴി ഷിപ്പ് ചെയ്യുകയും ഹോങ്കോങ് വഴി ചൈനയിലേക്ക് പുനർകയറ്റുമതി ചെയ്യുകയും ചെയ്ത വ്യക്തികളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവിടുത്തെ ചോദ്യം ചൈന എന്തിനാണ് ഇത്രയധികം ബുദ്ധിമുട്ടുന്നത് എന്നുള്ളതാണ്. ഈ ചിപ്പുകൾ വലിയ തോതിൽ ഉപയോഗിക്കുക എന്നതിലായിരുന്നില്ല അവരുടെ ലക്ഷ്യം, മറിച്ച് റിവേഴ്സ് എഞ്ചിനീയറിംഗിലൂടെ അതിന്റെ ആർക്കിടെക്ചർ പഠിക്കുവാനും മനസ്സിലാക്കുവാനും തുടർന്ന് ആ അറിവ് ഉപയോഗിച്ച് സ്വന്തം രാജ്യത്ത് ചിപ്പുകൾ നിർമ്മിക്കുവാനും വേണ്ടിയായിരുന്നു. മാധ്യമങ്ങൾക്ക് ഇവിടെയാണ് തെറ്റുപറ്റുന്നത്. NVIDIA ചിപ്പുകൾ കടത്തുന്നത്, ചൈനീസ് ആയുധങ്ങൾ ഇറാന് കൈമാറുന്നത്, അമേരിക്കൻ F-15 വിമാനം വെടിവെച്ചിട്ടത് എന്നിവയെ 3 വ്യത്യസ്ത വാർത്തകളായിട്ടാണ് മാധ്യമങ്ങൾ കാണുന്നത്. എന്നാൽ അവ വെവ്വേറെയല്ല, ഒറ്റ കഥ തന്നെയാണ്. ഇലക്ട്രോണിക് യുദ്ധമുറകൾ, റഡാർ സ്പൂഫിംഗ്, ഡ്രോൺ നാവിഗേഷൻ എന്നിവയ്ക്കായുള്ള ചൈനയുടെ മിലിറ്ററി സാങ്കേതിക വിദ്യ ഭാഗികമായി നിർമ്മിച്ചിരിക്കുന്നത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി വികസിപ്പിച്ചെടുത്ത അമേരിക്കൻ ചിപ്പ് ആർക്കിടെക്ചറിലാണ്. ഈ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റങ്ങൾ ചൈനയുടെ വൻതോതിലുള്ള പ്രതിരോധ നിർമ്മാണത്തെ ഇക്കോസിസ്റ്റവുമായി സംയോജിപ്പിക്കുമ്പോൾ അവ റഡാർ സംവിധാനങ്ങളുടെയും ഡ്രോണുകളുടെയും രൂപത്തിൽ ഇറാനിലേക്ക് ഒഴുകുവാൻ തുടങ്ങുന്നു. ഇറാൻ ആ ഹാർഡ്വെയർ ഉപയോഗിക്കുന്നത് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്യാധുനിക സൈന്യത്തിനെതിരെയാണ്. ലളിതമായി പറഞ്ഞാൽ ചൈന ഇറാനെ ഒരു ലൈവ് ആയുധ പരീക്ഷണശാലയായി ഉപയോഗിക്കുകയാണ്. അമേരിക്കൻ ഘടകങ്ങളിൽ നിന്നും പഠിച്ചു നിർമ്മിച്ച തങ്ങളുടെ സാങ്കേതിക വിദ്യ US സ്റ്റേറ്റ് മിലിറ്ററിയുടെ അത്യാധുനിക ആയുധ സംവിധാനങ്ങളുമായി നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചൈന തത്സമയം നിരീക്ഷിക്കുകയാണ്. ഒരു ചൈനീസ് സൈനികനെ പോലും നഷ്ടപ്പെടുത്താതെ ഔദ്യോഗികമായി തങ്ങൾ പങ്കെടുക്കാത്ത ഒരു യുദ്ധത്തിൽ ഒരു ചൈനീസ് ആയുധത്തിൽ നിന്ന് പോലും വെടിയുതിർക്കാതെയാണ് അവരിത് ചെയ്യുന്നത്.
ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗത്തിൽ ഇറാന്റെ ആണവ പരിപാടിയെ അപലപിക്കുവാൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ഒരു ഡ്രാഫ്റ്റ് പ്രമേയം സമർപ്പിച്ചപ്പോൾ റഷ്യയുടെയും ചൈനയുടെയും പ്രതിനിധികൾ ഉടനടി ഇറാനുമായും ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഡയറക്ടർ ജനറലുമായി സംയുക്ത യോഗം സംഘടിപ്പിച്ച് ആ പ്രമേയം തടഞ്ഞു. പൊതുവായ വിശദീകരണങ്ങളോ പത്രപ്രസ്താവനകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും നിശബ്ദവും ഏകോപിതവുമായ നീക്കം മാത്രം. ആ തന്ത്രപരമായ നിശബ്ദത പത്രസമ്മേളനങ്ങളെക്കാൾ കൂടുതൽ ഇറാനെ സംരക്ഷിക്കുന്നു. ഇനി ഈ വിശകലനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ചില മുതിർന്ന പെന്റഗൺ ഉദ്യോഗസ്ഥരുടെ ഉറക്കം കെടുത്തുന്ന ആ വിഷയം അമേരിക്കയുടെ പസഫിക് ശക്തികളെ ക്ഷീണിപ്പിക്കുക എന്നുള്ള ചൈനയുടെ തന്ത്രമാണ്. ചൈനയ്ക്ക് ഇന്ന് തൈവാനെ ആക്രമിക്കേണ്ട ആവശ്യമില്ല. ചൈനയ്ക്ക് കാത്തിരുന്നാൽ മാത്രം മതി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ സ്വയം ക്ഷീണിക്കുന്നതുവരെ കാത്തിരിക്കുക. തായ്വാൻ മേലുള്ള ആക്രമണത്തിന്റെ ചിലവ് ചൈനയ്ക്ക് അനുകൂലമാകുന്നതുവരെ കാത്തിരിക്കുക. അമേരിക്കയുടെ പസഫിക് സേന ദുർബലമാവുകയും വിഭവങ്ങൾ തീരുകയും ചെയ്യുന്നതുവരെ കാത്തിരിക്കുക. കാരണം ഒരിക്കലും ഇത്രയും നീണ്ടു നിൽക്കുവാൻ പാടില്ലാതിരുന്ന ഒരു ഗൾഫ് യുദ്ധത്തിലാണ് അമേരിക്കയുടെ എല്ലാ വിഭവങ്ങളും ഇപ്പോൾ കുരുങ്ങിക്കിടക്കുന്നത്. ഇതാണ് ഈ തന്ത്രത്തെ ഒരേ സമയം പ്രതിഭയും ഭയപ്പെടുത്തുന്നതുമാക്കി മാറ്റുന്നത്. ചൈന ഒരേ സമയം തങ്ങളുടെ ആയുധ സാങ്കേതിക വിദ്യ യഥാർത്ഥത്തിൽ യുദ്ധ സാഹചര്യത്തിൽ പരീക്ഷിക്കുകയാണ്. അമേരിക്കൻ സൈനിക ശേഷിയെ അഭിമുഖീകരിക്കുമ്പോൾ തങ്ങളുടെ റഡാർ സംവിധാനങ്ങളും ഇന്റലിജൻസ് പങ്കിടൽ പ്രോട്ടോക്കോളും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അവർ തത്സമയം നിരീക്ഷിക്കുകയാണ്. ഓരോ ഇടപെടലും അവർക്ക് സൗജന്യ ഡാറ്റയാണ്. ഓരോ പരാജയവും അവരെ പുതിയത് പഠിപ്പിക്കുകയാണ്. ഓരോ വിജയവും അടുത്ത തലമുറ ആയുധങ്ങളിലേക്ക് അവർ ഉൾപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ നാളെ ചൈനീസ് തീരത്തോട് ചേർന്നുള്ള ഒരു യുദ്ധത്തിൽ ഉപയോഗിക്കുവാൻ വേണ്ടിയുള്ള മുൻകരുതലുകൾ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ പരിശോധിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത 48 മണിക്കൂർ മുതൽ 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പ്രത്യേകം നിരീക്ഷിക്കേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയിലെ ചൈനയുടെ പെരുമാറ്റം. ചൈന എന്താണ് പറയുന്നത് എന്നല്ല, എന്താണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കുക. അവർ തങ്ങളുടെ നിശബ്ദ ഏകോപന രീതി തുടരുകയും മീറ്റിംഗുകൾ സംഘടിപ്പിക്കുകയും പ്രമേയങ്ങൾ തടയുകയും ചെയ്തുകൊണ്ട് ഇറാനെ അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയാണെങ്കിൽ ഞാൻ മുകളിൽ വിവരിച്ച തന്ത്രപരമായ കൂട്ടുകെട്ടിന്റെ സ്ഥിരീകരണമാണ് അത്. പ്രസ്താവനകളുടെ അഭാവം തന്നെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസ്താവന. ഇറാഖിലെ അല്ലു നസീർ തുറമുഖം വഴി വരുന്ന ദിവസങ്ങളിൽ തുറമുഖം മുഖേനയുള്ള വ്യാപാര അളവ് വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സാമ്പത്തിക യുദ്ധതന്ത്രത്തിന്റെ കേന്ദ്ര ബിന്ദുവായ അമേരിക്കൻ നാവിക ഉപരോധം പരാജയപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഇത് ഒരു സെൻകോം ഡെയിലി ബ്രീഫിംഗിലും വരില്ല. അമേരിക്കൻ കോൺഗ്രസ് ഹിയറിംഗുകളിലെ ഭാഷയിൽ മുതിർന്ന പെന്റഗൺ ഉദ്യോഗസ്ഥരുടെ സാക്ഷ്യപത്രങ്ങളിൽ റെഡിനസ് ഗ്യാപ്പ്, മുൻഷിൻസ് റിപ്ലനിഷ്മെന്റ് ടൈം ലൈൻസ്, ഇൻഡോ പസഫിക് ഓപ്പറേഷണൽ കപ്പാസിറ്റി തുടങ്ങിയ പദപ്രയോഗങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇത്തരത്തിലുള്ള ശൈലികൾ കേൾക്കുവാൻ തുടങ്ങിയാൽ അമേരിക്കയുടെ ആയുധ ശേഖരത്തിന്റെ തന്ത്രപരമായ കുറവ് ഉയർന്ന തലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. ക്യാമറകൾക്ക് മുൻപിൽ അവരിത് ചർച്ച ചെയ്യില്ല എന്ന് മാത്രം. ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ തുറന്നെഴുതുവാൻ മടിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എന്ന് ഓർപ്പിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.